ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാള ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. വെറൈറ്റി ഒന്നല്ല, സാധാരണ നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് വെറുതെ ഉണ്ടാക്കി നോക്കാം വീട്ടിൽ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് മറക്കാതെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 പാക്കറ്റ് മാഗി നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ചിക്കൻ നൂഡിൽസാണ്, ചിക്കൻ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് സോസ്, കുറച്ച് മല്ലിയുടെ ഇല, അതുപോലെ ഒരു 4 കോഴിമുട്ട, പിന്നെ ഒരു ചെറിയൊരു സവാളയും ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നൂഡിൽസ് പൊട്ടിച്ച് നമുക്കതിൽ അതിൻ്റെ ഒപ്പം മസാല നമുക്ക് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഫ്ലേവർ നമുക്ക് അതിനൊപ്പം കിട്ടുന്നുണ്ട്. നൂഡിൽസ് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാക്കറ്റും കൂടി നമുക്ക് പൊട്ടിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. മല്ലിയില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം, നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഈ മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് കറികളൊക്കെ എന്തുണ്ടാക്കുകയാണെങ്കിലും മല്ലിയില കുറച്ച് ഞാൻ ചേർക്കും. നമ്മളൊരു 3 കോഴിമുട്ട, 3-4 എടുക്കാം നമുക്ക്. ഞാൻ ഇപ്പോൾ 3 എടുത്തിട്ടുള്ളത്. കോഴിമുട്ടയിലേക്ക് നമുക്ക് നൂഡിൽസിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ആ മസാല കുറച്ച് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാൻ നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് അതിൻ്റെ മുകൾ ഭാഗം ആവുന്ന വരെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് അത് വേവിച്ചെടുക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് നൂഡിൽസിനൊപ്പം കിട്ടിയിട്ടുള്ള ആ മസാല ആണിത്. ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് വരുന്നത് മസാല അതിൻ്റെ ഉള്ളിൽ, നൂഡിൽസിൻ്റെ ഉള്ളിൽ. അത് ഞാനൊരു പാത്രത്തിലേക്ക് മുഴുവനാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നേരത്തെ മിക്സ് വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിമുട്ട ചേർക്കാം. നമ്മൾ സെപ്പറേറ്റ് വറുക്കുന്നതിനായിട്ട് നല്ലത് നമുക്ക് ഇത് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും, നന്നായി മിക്സ് ആവുകയും ചെയ്യും. ഓക്കെ, നിങ്ങളതൊന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇനി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഗ്ഗ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ടൊമാറ്റോ സോസും ഈ മല്ലിയിലൊക്കെ നന്നായി ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വർണ്ണക്കുട്ടിയുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രാവിലത്തെ ഫുഡാണ് ഇന്നത്തെ.
ഇനി നമ്മൾ നൂഡിൽസ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു ചെറിയൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ബുൾസൈ ഉണ്ടാക്കാം. സിംഗിൾ ബുൾസൈ. ബുൾസൈയിൽ ഒരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നൂഡിൽസിൻ്റെ ഒപ്പം നമ്മുടെ ബുൾസൈയും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുൾസൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് എല്ലാം മിക്സായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് മല്ലിയില അതിന് മുകളിൽ ഇടുന്നുണ്ട്. പിന്നെ സൈഡിൽ കുറച്ച് സോസ് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബുൾസൈയും കൂടി അതിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. നമ്മുടെ ബുൾസൈ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നൂഡിൽസിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല്. മല്ലിയിലയുടെയും നൂഡിൽസിൻ്റെ മസാലയുടെയൊക്കെ ഒരു മണം അടിപൊളി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നമ്മളിനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ ഞാൻ മുഴുവൻ തിന്ന് തീർക്കട്ടെ കേട്ടോ. ബൈ, എല്ലാവർക്കും ബൈ.